കേര കർഷകർക്ക് ഉത്തേജനം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശയാണെങ്കിലും കേരപ്രശ്നങ്ങളുടെ നാട്ടിലെ നാളികേര കർഷകർക്ക് ആശ്വസിക്കുവാനുള്ള വക നൽകി കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം. കൃഷിവിളകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തീരദേശ പ്രദേശങ്ങളിലെ നാളികേരം, ചന്ദനം, കൊക്കോ, കശുവണ്ടി തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള വിളകളെ പിന്തുണയ്ക്കുമെന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നാളികേര ഉൽപ്പാദന രാജ്യം ഇന്ത്യയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നാളികേര ഉൽപ്പാദനത്തിലെ മത്സരം വർദ്ധിപ്പിക്കുന്നതിനുമായി നാളികേര പ്രോത്സാഹന പദ്ധതിയും ബജറ്റിൽ നിർദ്ദേശമായിട്ടുണ്ട്. നാളികേരം അധികമായി വളരുന്ന സംസ്ഥാനങ്ങളിലെ പഴയതും ഉൽപ്പാദനമില്ലാത്തതുമായ മരങ്ങളെ മാറ്റി പുതിയ തെങ്ങിൻ തൈകൾ നടുന്നത് പോലുള്ള ഇടപെടലുകൾ പുതിയ പദ്ധതിക്ക് കീഴിലുണ്ടാവും. ഇന്ത്യയിലെ കശുവണ്ടിയെയും കൊക്കോയെയും 2030 ആഗോള ബ്രാൻഡുകളാക്കുന്നതിനും ഇവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പദ്ധതിയും ബജറ്റിലുണ്ട്. അതിനിടെ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നിന്ന് ഇത്തവണ കാർഷിക മേഖലയ്ക്ക് അനുവദിച്ചിരിക്കുന്ന തുകയിൽ 7% വർധനയും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മേഖലയ്ക്ക് 1,51,853 കോടി രൂപയാണ് വകയിരുത്തിയതെങ്കിൽ ഈ സാമ്പത്തിക വർഷം അത് 1,62,671 കോടി രൂപയായി വർദ്ധിപ്പിച്ച് കൊണ്ട് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ സസൂക്ഷ്മം ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ട് ഇത് പരിശോധിച്ചാൽ ഗ്രാമസ്നേഹിയുടെ ന്യൂസ് റിപ്പോർട്ടിൻ്റെ പ്രഥമ പരിഗണനയിൽ നമ്മുടെ മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടർ നടത്തിയ ക്യാമ്പയിനിൽ ജനങ്ങളോട് പറഞ്ഞത്, നമ്മുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മൾ വീടുകളിൽ ഒരു 10 തെങ്ങെങ്കിലും വെച്ച് വളർത്തിയെടുക്കണം, എന്നാലേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് ഉള്ള സന്ദേശം ജനങ്ങളിലേക്ക് പകർന്നിരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നാളികേരത്തിൻ്റെയും എണ്ണയുടെയും വില വർദ്ധിച്ചിരിക്കുന്നത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന സമൂഹമാണ് കേരള സമൂഹം. കേരം തിങ്ങുന്ന കേരള നാട്ടിൽ നമുക്ക് അമിതമായ പണം കൊടുത്ത് ഇത് വാങ്ങിക്കേണ്ട ഗതികേട് വരുന്നു. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും, ഞാൻ ചേർത്തല താലൂക്കിൽ മുഹമ്മ പഞ്ചായത്തിലുള്ള ഒരു വ്യക്തിയാണ്. കാർഷിക മേഖലയെ കയറുൽപ്പന്നങ്ങളുമായി സമ്പൽ സമൃദ്ധമായ ജില്ലയാണ് എൻ്റെ ആലപ്പുഴ ജില്ല. ആ ആലപ്പുഴ ജില്ലയുടെ കയറുൽപ്പന്നങ്ങളുടെയും അവരുടെ ഉൽപ്പാദന മേഖലയും സ്തംഭിപ്പിച്ച് മാറ്റിയിരിക്കുകയാണ് സംസ്ഥാന ഭരണത്തിൻ്റെ വക്താക്കളായി വന്നവരെല്ലാം തന്നെ. നമുക്കറിയാം, കയർ ഉൽപ്പാദനത്തിൽ ഡോക്ടറേറ്റ് നേടിയ മന്ത്രി പോലും ഉണ്ടായിട്ടും നമ്മുടെ സംസ്ഥാനത്തു നിന്നും നമ്മുടെ ജില്ലയിൽ നിന്നും ഇത് തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ഇനി ഈ ബഡ്ജറ്റിലെ ഈ സന്ദേശം എടുത്തുകൊണ്ട് ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടർ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്, ഞാൻ കുടുംബവും എൻ്റെ കുടുംബത്തും നടത്തുന്ന ഈ ക്യാമ്പയിൻ ബജറ്റിനും വന്ന അന്നേ ദിവസം തന്നെ എൻ്റെ മകൻ്റെ 2 ബർത്ത്ഡേ ആയിരുന്നു. അന്ന് തന്നെ തെങ്ങിൻ തൈ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ക്യാമ്പയിൻ, ഗ്രാമസ്നേഹി റിപ്പോർട്ടറിൻ്റെ ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സന്ദേശം ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ 10 തെങ്ങെങ്കിലും വെച്ച് പിടിപ്പിക്കണമെന്ന് ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടർ അവതരിപ്പിക്കുകയാണ്.